ന്യൂസ് മലയാളം പ്രീ പോൾ സർവേയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ആവേശകരമായ നിയമസഭാ പോരാട്ടത്തെ സ്വാധീനിക്കുന്ന നിർണായകമായ രാഷ്ട്രീയ ചോദ്യങ്ങളിലേക്കാണ് ഇന്ന് സർവേ കടക്കുന്നത്. അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന ജനങ്ങളുടെ നിലപാട് വെളിപ്പെടുത്തിക്കൊണ്ടാകും ഈ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുക. അങ്ങേയറ്റം ശാസ്ത്രീയമായി നടത്തിയത് എന്നതാണ് ന്യൂസ് മലയാളം സർവേയെ വ്യത്യസ്തമാക്കുന്നത്. ഓരോ ജില്ലയുടെയും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ഓരോ മത സാമുദായിക വിഭാഗങ്ങളുടെ കൃത്യം പ്രാതിനിധ്യം ഉറപ്പാക്കി ലിംഗാനുപാതം പാലിച്ച് നടത്തിയ സർവേയാണിത്. അത്തരത്തിൽ കുറ്റമറ്റ രീതിയിൽ നടത്തിയ സർവേയിൽ തെളിയുന്ന രാഷ്ട്രീയ സത്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഇന്ന് നമുക്ക് പരിശോധിക്കാം. മൂഡ് ഓഫ് ദി സ്റ്റേറ്റ് ഇന്നത്തോടെ പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് സർവേ കടക്കുകയുമാണ്. ഓരോ മുന്നണികളും എത്ര സീറ്റുകൾ നേടുമെന്ന അതിനിർണായകമായ പ്രവചനം ന്യൂസ് മലയാളം പുറത്തുവിടുക അടുത്ത ശനിയാഴ്ചയായിരിക്കും. അതിനു മുന്നോടിയായി മലയാളിയുടെ രാഷ്ട്രീയ മനസ്സ് ഇഴകീറി പരിശോധിച്ച് തുറന്നു കാട്ടുകയാണ് ന്യൂസ് മലയാളം പ്രീ പോൾ സർവേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ന്യൂസ് മലയാളം പ്രീ പോൾ സർവേ രണ്ടാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ഉള്ള ചോദ്യം. അതിലേക്ക് വരാം ഹർഷ. കഴിഞ്ഞ ദിവസം നമ്മൾ സർവേ ഫലങ്ങൾ കൊടുത്തപ്പോൾ വലിയ അങ്ങേയറ്റം ശ്രദ്ധയോടെയാണ് കേരളം അത് മുഴുവനായിട്ട് കണ്ടുനിന്നത്. വലിയ തരത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ അതിന് പിന്നാലെ ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഇത് അതേക്കാൾ കൂടിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മുന്നിലേക്ക് വെക്കുന്നതാണ്. തീർച്ചയായും സനീഷ്, അതായത് സർവേയുടെ ശാസ്ത്രീയതയെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളുകളെല്ലാം കൂടുതൽ ചോദ്യങ്ങളുമായി വന്നിരുന്നു. കൂടുതൽ അതേക്കുറിച്ച് കൗതുകത്തോടെ നമ്മളോട് സംസാരിച്ചിരുന്നു. കൂടുതൽ വിഷയങ്ങൾ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സർവേയുടെ മെത്തഡോളജി നമ്മൾ പൂർണ്ണമായി ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നുമുണ്ട്. അതിനു മുമ്പ് തന്നെ നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ ലാപ്പിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ചോദ്യത്തിലേക്കാണ് സർവേ ആദ്യം പോകുന്നത്. തുടർ ഭരണം CPIM-നെ ദുഷിപ്പിക്കുമോ എന്ന കേരളത്തിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ചോദ്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചോദ്യം ഉന്നയിച്ചു. ഞങ്ങളോട് പ്രതികരിച്ച ആളുകളിൽ 52.30% പേരും അതെ, തുടർഭരണം CPIM-നെ ദുഷിപ്പിക്കും എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. അല്ല എന്ന അഭിപ്രായം 47.70% പേർക്ക് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ പകുതിയിലേറെ ആളുകൾ തുടർഭരണം CPIM-നെ ദുഷിപ്പിക്കും, CPIM എന്ന പാർട്ടിയെ ദുഷിപ്പിക്കും എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. റൈറ്റ്, ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 47.70% പേർ ദുഷിപ്പിക്കില്ല എന്നും പറയുന്നു. അതെ, എന്തായാലും ദുഷിപ്പിക്കും എന്ന അഭിപ്രായത്തിലാണ് മേൽക്കൈ എന്ന കാര്യം പ്രത്യേകമായിട്ട് കാണാം നമുക്ക്. തുടർഭരണം CPIM-നെ ദുഷിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് വിവിധ മതവിഭാഗങ്ങൾ അവരെങ്ങനെയാണ് ഉത്തരം നൽകിയത് എന്നുള്ള കാര്യം കൂടി നമുക്ക് പരിശോധിക്കണം. കാരണം അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ, ആളുകൾക്കുണ്ടെങ്കിൽ, എങ്ങനെയാകും അതിൽ വിവിധ മതവിഭാഗങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടാവുക എന്ന ആ ക്രോസ് സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. തുടർഭരണം CPIM-നെ ദുഷിപ്പിക്കുമോ? മുസ്ലിം വിഭാഗക്കാരിൽ 57.6% പേരാണ് തുടർഭരണം CPIM-നെ ദുഷിപ്പിക്കും എന്ന് പറഞ്ഞത്. അല്ല എന്ന് പറഞ്ഞത് 42.4% പേരാണ്. ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ 60.2% പേരാണ് തുടർഭരണം ദുഷിപ്പിക്കും എന്ന് പറഞ്ഞത്. അല്ല എന്ന് പറഞ്ഞത് 39.8% പേരാണ്. ഹിന്ദുക്കളിൽ 48.6% പേരാണ് തുടർഭരണം CPIM-നെ ദുഷിപ്പിക്കുമെന്ന് പറഞ്ഞത്. 51.4% അല്ല എന്ന് പറഞ്ഞത്. നിരീശ്വരവാദികളിൽ 42.9% പേരാണ് തുടർഭരണം CPIM-നെ ദുഷിപ്പിക്കുമെന്ന് പറഞ്ഞത്. 57.1% ദുഷിപ്പിക്കില്ല എന്ന് പറഞ്ഞത്. അതായത് സനീഷ്, ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ തുടർഭരണം CPIM-നെ ദുഷിപ്പിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിൽ വിവിധ മതവിഭാഗങ്ങൾ പ്രതികരിച്ചത് നമ്മൾ നോക്കിയാൽ അതിൽ നമുക്ക് കാണാൻ കഴിയുക ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് പാറ്റേണിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നുകൂടി. അതെ, ഏതാണ്ട് പപ്പാതി എന്ന് തന്നെ പറയാം. പക്ഷെ അപ്പോഴും നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, ദുഷിപ്പിക്കും എന്ന അഭിപ്രായത്തിനാണ് കൂടുതൽ ആളുകൾ ഉള്ളത് എന്ന് കാണണം. നമുക്ക് മറ്റു കാര്യങ്ങൾ കൂടെ പെട്ടെന്ന് പരിശോധിച്ചിട്ട് വരാം. അതായത് അടുത്തത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്. നമുക്ക് അതിലേക്ക് പോകാം. KK ശൈലജയെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്ത ചോദ്യം അതാണ് ഇനിയുള്ളത്. കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി വേണോ? എങ്ങനെ ആളുകൾ പ്രതികരിച്ചു എന്ന് നമുക്ക് നോക്കാം. വേണം എന്ന് 52.90% പേര് പറഞ്ഞു. വേണ്ട എന്ന് 47.10% പേര് പറഞ്ഞു. അതായത് വനിതാ മുഖ്യമന്ത്രി വേണോ എന്ന ചോദ്യത്തെ സംബന്ധിച്ച് പോലും ഇങ്ങനെ പപ്പാതി അഭിപ്രായമാണ് എന്നത് ഒരു ശുഭകരമല്ലാത്ത കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം വനിതാ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് ആവശ്യമാണ് എന്ന അഭിപ്രായം ഉണ്ടാകേണ്ടതായിരുന്നു കേരളത്തിൽ എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, KK ശൈലജ എന്ന ഒരു വിഷയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ചോദ്യം വന്നത് എന്നുകൊണ്ട് കൃത്യമായിട്ട്
52.90% പേര് വേണമെന്നും വേണ്ട എന്ന് 47.10% പേര് പറയുന്നു. വേണമെങ്കിൽ സതീഷ്, ഒരു കണക്കിന് കേരളം കുറച്ച് പ്രോഗ്രസീവായി ഈ വിഷയത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതുവരെ കേരളത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത പല ആവർത്തി ചർച്ച ചെയ്യപ്പെട്ടിട്ടും നടക്കാതെ പോയ ഒരു വിഷയത്തിലാണല്ലോ ഈ ചോദ്യം. മാത്രമല്ല, അതായത് ഇത് രാഷ്ട്രീയ പ്രശ്നവും കൂടിയായി മാറിയിട്ടുണ്ട്. അതായത് കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി വേണോ എന്ന പ്ലെയിൻ ആയിട്ടുള്ള ചോദ്യമല്ല ഇപ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്. അതായത് CPIM-നകത്തെ പിണറായി അല്ലാത്ത KK ശൈലജ എന്ന മുഖ്യമന്ത്രി വരേണ്ടതുണ്ടോ എന്ന രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് ഈ പ്രതികരിച്ച ആളുകൾ മനസ്സിലാക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണത് കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി വേണോ എന്ന് ചോദിച്ചാൽ 90% ആളുകൾ പറയേണ്ടത് വേണം എന്ന് തന്നെയാണ് നിശ്ചയമായിട്ട്. കാരണം നമുക്കിതൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. കേരളം പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് വനിതാ മുഖ്യമന്ത്രി വേണം. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രശ്നം, ചില കക്ഷി രാഷ്ട്രീയ സംഗതികൾ കൂടെ ചേർന്ന ഒരു ചോദ്യമായതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ നിലവിലെ ചോദ്യം അങ്ങനെ ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ വന്നിട്ടുണ്ട്. കേരളത്തിന് വനിതാ മുഖ്യമന്ത്രി വേണോ എന്ന ചോദ്യത്തിന് വിവിധ മതവിഭാഗങ്ങൾ നൽകിയ ഉത്തരം ശതമാനക്കണക്കിൽ തീർച്ചയായും പരിശോധിച്ച് പോകേണ്ടതുണ്ട്. ആ കണക്കിങ്ങനെയാണ്. കേരളത്തിന് വനിതാ മുഖ്യമന്ത്രി വേണോ എന്ന ചോദ്യത്തോടുള്ള വിവിധ മതവിഭാഗങ്ങളുടെ പ്രതികരണം നോക്കാം. മുസ്ലിം വിഭാഗങ്ങളിൽ 42.7% പേർ വേണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു. 57.3% പേർ വേണ്ട എന്നും. ക്രിസ്ത്യൻ വിഭാഗത്തിൽ 52.8% പേർ വേണം എന്നും 47.2% പേർ വേണ്ട എന്നും. ഹിന്ദുക്കളിൽ 52.1% പേർ വേണം, 47.9% പേർ വേണ്ട എന്നുമാണ്. ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളിലെങ്കിൽ 42%, 42.7% എന്നാണ് മുസ്ലിം വിഭാഗക്കാരിൽ നിന്ന്. നിരീശ്വരവാദി അവിടെ പറയുന്നത് മതപരമായിട്ടുള്ള ഐഡന്റിറ്റി പറയാത്ത ആളുകളാണ് കൂടെയാണ്. അതായത് ഞങ്ങൾ നിരീശ്വരവാദികളിൽ പക്ഷേ അതും ഏതാണ്ട് ഒപ്പിച്ചു തന്നെയാണ്. ഇതിനകത്ത് ഒരു കാര്യമുള്ളത് ഹർഷ, അതായത് ഒന്ന്, ഇന്നലെ നേരിട്ട് സംസാരിച്ച ആളുകളും മെസ്സേജ് അയച്ച ആളുകളൊക്കെ ചൂണ്ടിക്കാണിച്ച കുറേയേറെ ആളുകൾ പറഞ്ഞൊരു കാര്യം, ഈ മതപരമായിട്ട് നിങ്ങൾ ഈ കാര്യം പരിശോധിക്കുന്നതൊട്ട് ശരിയായ കാര്യമല്ല എന്ന് ചിലരെങ്കിലും പറഞ്ഞു. ചിലരല്ല, കുറച്ച് കൂടുതൽ ആളുകൾ പറഞ്ഞു. അപ്പം നമ്മൾ ഇന്നലെ തന്നെ അത് പറഞ്ഞിരുന്നു. കാരണം ഒന്ന്, മതപരമായിട്ട് കാര്യങ്ങൾ കാണുക എന്ന് വെച്ചാൽ നാട്ടിലെല്ലായിടത്തും ലോകത്തെല്ലായിടത്തും ആളുകൾ വിശ്വാസ പ്രമാണങ്ങൾക്കകത്താണ് ജീവിക്കുന്നത്. മതപരമായിട്ടും സാമുദായികമായിട്ടും തിരിഞ്ഞു നിന്നിട്ടാണ് ജീവിക്കുന്നത്. തിരിഞ്ഞെന്ന് പറയാൻ പറ്റില്ല, തിരിഞ്ഞാണ് ജീവിക്കുന്നത്. അതൊരു തെറ്റായ കാര്യമല്ല. മതപരമായിട്ട് ഞങ്ങൾ ഇന്നതാണെന്ന് പറയുന്നത് വർഗീയതയോ അല്ലെങ്കിൽ കുഴപ്പം പിടിച്ചൊരു സംഗതിയോ അല്ല. എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലിപ്പോൾ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങളോട് ചേർന്നിട്ട് ഒരു ജീവൽ പ്രശ്നമായി മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഓരോ വിഷയങ്ങളെയും ഓരോ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, വിശ്വാസ പ്രമാണങ്ങളിൽപ്പെട്ട ആളുകൾ എങ്ങനെ കാണുന്നു എന്നത് സംബന്ധിച്ചുള്ള വിശദമായി പരിശോധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അവിടെ നിരീശ്വരവാദി എന്ന് കാണുന്നിടത്ത് ഈ മതപരമായിട്ടുള്ള ഐഡന്റിറ്റി അല്ല എനിക്കുള്ളത് എന്ന് പറയുന്ന ആളുകളുണ്ട് എന്നാണ്. 53.6% പേരാണ് നിരീശ്വരവാദികളിൽ അത് വേണം എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം ഇതാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് CPIM ഉയർത്തുന്ന രാഷ്ട്രീയ പ്രശ്നമാണ് UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം UDFന് തിരിച്ചടിയാകുമോ? അതായത് ചോദ്യം ഇങ്ങനെയാണ്, ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം UDFന് തിരിച്ചടിയാകുമോ എന്ന ചോദ്യത്തിനുള്ള പ്രതികരണം അതിങ്ങനെയാണ്. ആണ് എന്ന് 52.90% പേര് പറഞ്ഞു, അല്ല എന്ന് 47.10% പേരും പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ബന്ധം UDFന് ബാധ്യതയാകുമോ ആകും എന്ന അഭിപ്രായത്തിലാണ് മുൻതൂക്കമുള്ളത്. പക്ഷേ നേരിയ വ്യത്യാസം മാത്രമാണ്. ആണ് എന്ന് 52.90% പേരും, അല്ല എന്ന് 47.10% പേരും പറയുന്നു. റൈറ്റ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം എന്നത് ആവർത്തിച്ചു. അതായത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം തന്നെ ഉപേക്ഷിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് ശേഷം വളരെ തന്ത്രപരമായി ആ ഐക്യം പ്രയോജനപ്പെടുമെന്ന മട്ടിൽ UDF അവതരിപ്പിച്ച ഒരു വിഷയമാണത്. ആ വിഷയത്തെ പ്രതിരോധിക്കാൻ CPIM ആ ഘട്ടം മുതൽ ജമാഅത്തെ ഇസ്ലാമി ബന്ധം മറ്റൊരു തരത്തിൽ മതവർഗീയവാദികളുമായി കൂട്ടുചേർന്നു എന്ന മട്ടിൽ അവതരിപ്പിക്കുകയാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വേണ്ട തരത്തിൽ ഏറ്റില്ല. പക്ഷേ ആ ഒരു പ്രതിരോധം ഇടതുപക്ഷം തുടർന്നു. അതൊരു കണക്കിന് അത് അവർക്ക് ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ ഇപ്പോൾ ധൈര്യപ്പെടുന്നൊരു കാര്യം എന്താ വെച്ചാൽ, അതായത് ഇത്തരം നമ്മളിപ്പോൾ ചോദിക്കുന്ന ഈ ചോദ്യങ്ങളും അതിൻ്റെ ശതമാനക്കണക്കുകളെല്ലാം യഥാർത്ഥത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് എത്തിയപ്പോൾ UDF LDF എന്ന ഇരുപക്ഷങ്ങളായിട്ട് ചേരിയിരിക്കുകയാണ്. അതായത് ഈ സംഭവത്തിൻ്റെ മെറിറ്റ്, അതായത് ജമാഅത്തെ ഇസ്ലാമി ഒരു കുഴപ്പം പിടിച്ച സംവിധാനമാണോ എന്നതിനെ ഇഴകീറി പരിശോധിച്ചുകൊണ്ടുള്ള കാര്യം എന്നതിനേക്കാൾ കൂടുതൽ UDF LDF എന്ന നിലയിൽ നിന്നുകൊണ്ട് ആളുകൾ വിലയിരുത്തുന്നു. അതിൻ്റെ മറുപടിയാണ് കിട്ടുന്നതെന്ന് വേണം കാണാൻ. അതുകൊണ്ടാണ് കൃത്യം സമാസമമായിട്ട് ചെറിയ വ്യത്യാസത്തിൽ മാത്രം ഈ കാര്യങ്ങളിലെ ആണ് അല്ല അഭിപ്രായങ്ങൾ നിൽക്കുന്നത്. ഇത് മാത്രമല്ല, വനിതാ മുഖ്യമന്ത്രി വേണോ എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യം അതാണ്. ഇത്തരം വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അതിൻ്റെ മതപരമായ ക്രോസ് സെക്ഷൻ എല്ലാം പരിശോധിച്ച് പോകേണ്ടതുണ്ട്. നമ്മുടെ മെത്തഡോളജിയിലേക്ക് കൂടുതൽ വിശദമായി കടക്കുമ്പോൾ ആ പരാതിക്കാർക്ക് ആ പരാതി തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം UDFന് തിരിച്ചടിയാകുമോ എന്ന ചോദ്യത്തിന് വിവിധ മതവിഭാഗങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നോക്കാം. മുസ്ലിങ്ങളിൽ 41% പേരും അത് തിരിച്ചടിയാകുമെന്ന് പറയുന്നു. 59% പേർ ഇല്ല എന്ന് പറയുന്നു.
ക്രിസ്ത്യാനികളിൽ 43.2% പേർ അത് തിരിച്ചടിയാകുമെന്ന് പറയുന്നു. 56.8% പേർ തിരിച്ചടിയാകില്ല എന്ന് പറയുന്നു. ഹിന്ദുക്കളിൽ 59.5% പേർ അത് തിരിച്ചടിയാകുമെന്ന് പറയുന്നു. 40.5% പേർ അത് തിരിച്ചടിയാകില്ല എന്ന് പറയുന്നു. നിരീശ്വരവാദികളിൽ 64.3% പേർ ജമാഅത്തെ ഇസ്ലാമി ബന്ധം തിരിച്ചടിയാകും എന്ന് പറയുമ്പോൾ 35.7% പേരാണ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം തിരിച്ചടിയാകില്ല എന്ന് പറയുന്നത്. സനീഷ്, ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഇതിനകത്ത് വളരെ കൗതുകരമുള്ള കാര്യം ആ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ അഭിപ്രായമാണ്. അതിനകത്ത് 59% പേര് ജമാഅത്തെ ഇസ്ലാമി ബന്ധം UDF ബാധ്യതയല്ല എന്നാണ് വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റിയിട്ട് മറ്റ് സംഘടനകൾ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ജനസാമാന്യത്തിനാൽ വലിയ തോതിൽ എതിർക്കപ്പെടുന്ന ഒരു സംഘടനയാണ്, ഞങ്ങളുടെ സംഘടനയാണ് കൂടുതൽ വലുത്, അതൊരു വസ്തുതയുമാണ്. പക്ഷേ അവിടെ ആ മുസ്ലിം ജനസാമാന്യം പക്ഷേ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് വരുമ്പോൾ അത് UDF വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്നൊരു അഭിപ്രായത്തിലാണ് കൂടുതൽ മുൻതൂക്കം. അത് ചെറിയ നിസ്സാരമായിട്ടുള്ള വ്യത്യാസമല്ല എന്ന് കൂടെ നമ്മൾ കാണണം. തീർച്ചയായും. അതേസമയം വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, 59.5% ഹിന്ദുക്കൾ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ബാധ്യതയാകും എന്നുള്ള അഭിപ്രായം. ഇതിനകത്ത് പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് നമ്മൾ ഡീപ്പായിട്ട് നോക്കിയാൽ ഇത് കൃത്യമായിട്ട് LDF UDF വിഭജനമാണ്. അതിനകത്ത് മതപരമായിട്ടുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോഴും മത സാമുദായിക വിഷയം എന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ LDFും UDFും ആയിട്ട് സ്പ്ലിറ്റായിട്ട് ചേരി നിൽക്കുകയാണ്. ഇത് UDF ദോഷമാകും ഏത് ജമാഅത്തെ ഇസ്ലാമി ബന്ധം എന്ന് വിചാരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഏറ്റെടുത്ത് അതിൻ്റെ മേൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നിലക്കുള്ള ചെറിയ വ്യത്യാസം മാത്രമായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷേ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാം വലിയ കുഴപ്പക്കാരാണ് എന്ന വലിയ തോതിലുള്ള പ്രചരണം ഈ ഹിന്ദു മതവിഭാഗത്തിനകത്ത് ഇത്ര വലിയ ശതമാനം ആളുകൾ അതേ എന്ന അഭിപ്രായം രേഖപ്പെടുത്താൻ കാരണമായി. ഈ ഹിന്ദു മതവിഭാഗത്തിലെ ഈ 59.5% ഈ 50% മുകളിലേക്ക് ആ വിചാരത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. അതെ, കറക്റ്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത് ക്രിസ്ത്യൻ മതവിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള BJP നീക്കങ്ങൾ വിജയം കണ്ടോ എന്നതായിരുന്നു. BJPക്ക് ക്രൈസ്തവരിൽ സ്വീകാര്യത ഉണ്ടായോ എന്ന ചോദ്യമാണ്. BJPക്ക് ക്രൈസ്തവരിൽ സ്വാധീനം കൂടിയോ എന്നതാണ് നമ്മുടെ ഒരു ചോദ്യമായിരുന്നു. അതിനകത്ത് കൂടിയെന്ന് 45.90% പേര് പറഞ്ഞു, ഇല്ല എന്ന് 54.10% പേരാണ് പറഞ്ഞത്. അതായത് ക്രൈസ്തവരിൽ BJP സ്വാധീനം കൂടിയെന്ന് വിശ്വസിക്കുന്നവർ കുറവാണ്, കൂടിയിട്ടില്ല എന്ന് കണക്കാക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് എന്ന് നമ്മൾ കാണുന്നു. അതായത് അത് വലിയ തോതിൽ നമ്മൾ ആ തരത്തിൽ എനിക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അത് പരിശോധിക്കാം. പക്ഷേ തനിഷ് 45.90% പേരും ക്രൈസ്തവരിൽ BJP സ്വാധീനം കൂടി എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഏതാണ്ട് പകുതിക്ക് അടുത്തു പേർ അങ്ങനെ പൊതുസമൂഹം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വിഷയങ്ങളായിരിക്കും, പക്ഷേ ഓരോ വിഭാഗങ്ങളിലും ഓരോ മതവിഭാഗങ്ങളിലും എങ്ങനെയാണ് ആ ചിന്ത എന്നുള്ളത് നമുക്ക് നോക്കാം. BJPക്ക് ക്രൈസ്തവരിൽ സ്വീകാര്യത ഉണ്ടായോ എന്ന ചോദ്യത്തോട് വിവിധ മതവിഭാഗങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നത് മുസ്ലിം വിഭാഗക്കാരിൽ 44.4% പേരും ക്രൈസ്തവർക്കിടയിൽ BJPക്ക് സ്വാധീനം ഉണ്ടായി എന്ന് അഭിപ്രായപ്പെടുന്നവരാണ്, ഇല്ല എന്ന 55.6% പേർ അഭിപ്രായപ്പെടുന്നു. ക്രിസ്ത്യാനികളിൽ 42.9% പേരും ഇങ്ങനെ ഒരു സ്വീകാര്യത BJPക്ക് ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായി എന്ന് അഭിപ്രായപ്പെടുന്നു. 57.1% പേർ, അതായത് ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള ചോദ്യമാണല്ലോ, അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളിൽ 57.1% പേരും പറയുന്നത് അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടായിട്ടില്ല എന്നാണ്. ഹിന്ദുക്കളിൽ 47.3% പേരും അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടായി എന്ന് വിചാരിക്കുമ്പോൾ 52.7% പേരും സ്വാധീനം ഉണ്ടായില്ല എന്ന് തന്നെ കരുതുന്നു. നിരീശ്വരവാദികളിൽ 25% പേരാണ് സ്വാധീനം ഉണ്ടായെന്ന് കരുതുന്നില്ല എന്ന് 75% പേരും കരുതുന്നു. സനീഷ്, എന്താ തോന്നുന്നു? BJPക്ക് സന്തോഷിക്കാനൊന്നുമില്ല എന്നതിനോടൊപ്പം എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയമാണ് എല്ലാത്തിനെയും നിർണ്ണയിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയം. അത് BJP ഒരു മൂന്നാം കക്ഷിയായിട്ട് വരുമ്പോഴും നമ്മുടെ നാട് LDF UDF എന്ന നിലക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളെയും അതിപ്പോൾ വനിതാ മുഖ്യമന്ത്രി വേണോ, ക്രിസ്ത്യാനികൾക്കിടയിൽ BJPക്ക് സ്വീകാര്യത കൂടിയോ, എന്ത് ചോദ്യം വന്നാലും അത് LDF UDF രാഷ്ട്രീയ പക്ഷപാതിത്വം വെച്ചാണ് ജനം പ്രതികരിക്കുന്നതെന്ന് ഒരു മുൻവിധി കലർന്ന ഒരു നിലപാടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അടുത്ത പരിശോധിക്കാം. 2018 മുതൽ കേരളം തീപിടിച്ച് ചിന്തിച്ച ഒരു ചോദ്യത്തിലേക്കാണ് ഇനി. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന ചോദ്യത്തിന് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമുക്ക് നോക്കാം. ശബരിമല യുവതീ പ്രവേശനം തെറ്റോ എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്ന ആളുകൾ 64% പേരും തെറ്റാണ് എന്ന അഭിപ്രായത്തിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നു. 36% പേർക്ക് മാത്രമാണ് തെറ്റില്ല എന്ന അഭിപ്രായമുള്ളത്. ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശനത്തിൽ ഈ നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് തന്നെ അത്രയ്ക്ക് ശക്തമായിട്ട് തന്നെ വളരെ ഭൂരിപക്ഷത്തോടു കൂടി അത് തെറ്റായി എന്ന നിലപാട് സ്വീകരിക്കുന്ന ജനതയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ നമ്മൾ ഓർക്കണം, 60% മേൽ ശബരിമല യുവതീ പ്രവേശനം തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാകുമോ എന്ന ചോദ്യത്തിൽ ആകും എന്ന് പ്രതികരിച്ചെങ്കിൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു, സ്വർണ്ണക്കൊള്ള യുവതീ പ്രവേശനം സ്വർണ്ണക്കൊള്ള അത് പ്രതികരിച്ചെങ്കിൽ, ഇപ്പോൾ യുവതീ പ്രവേശനത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴും ഇത് നേരിട്ട് തെരഞ്ഞെടുപ്പിലെ ബാധിക്കുന്ന തരത്തിലല്ല ഈ ചോദ്യം നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ വിഷയം തെരഞ്ഞെടുപ്പിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ ചോദ്യം നമ്മൾ കൊടുത്തത്. അതിൽ തെറ്റാകുമെന്ന് 64% പേര് പറഞ്ഞു. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇത്
ഇങ്ങനെ തന്നെയാണ്. അതാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൽ തന്നെ ഏതെല്ലാം വിഭാഗങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചതെന്നാണ്. ശബരിമല യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന ചോദ്യത്തിന് വിവിധ മതവിഭാഗങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് നോക്കാം. 62.6% മുസ്ലിം വിഭാഗക്കാർ പറയുന്നത് അങ്ങനെ പ്രവേശിപ്പിക്കുന്നതിൽ തെറ്റുണ്ട് എന്നാണ്. 37.4% പേർ മാത്രമാണ് തെറ്റില്ല എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ 67.4% പേരും പ്രവേശിപ്പിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നു. 32.6% പേർ തെറ്റില്ല എന്ന് പറയുന്നു. ഹിന്ദുക്കളിൽ 64% പേരും തെറ്റാണെന്ന് പറയുമ്പോൾ 36% പേരാണ് തെറ്റല്ല എന്ന് പറയുന്നത്. നിരീശ്വരവാദികളിൽ 14.3% പേർ നിരീശ്വരവാദികളിലും സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നവരുണ്ട് എന്നുള്ളതാണ് കൗതുകം. 85.7% പേർ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നു. സനീഷ്, എന്ത് തോന്നുന്നു? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു വ്യത്യാസമുണ്ട്. അതായത് ഇത് തെരഞ്ഞെടുപ്പ് വിഷയമല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നെങ്കിൽ ശബരിമല യുവതീ പ്രവേശനം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിഷയമാണ്. അതുകൊണ്ട് LDF UDF എന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് അവിടെ നിൽക്കുന്നില്ല. അതിന് പകരം ഇത് സംബന്ധിച്ച് സത്യസന്ധമായിട്ടൊരു വിവരമാണ് ആളുകൾ നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് ശരിയാണല്ലോ, നമ്മുടെ ഇതുപോലെ സൊസൈറ്റിയിൽ അന്നും നമ്മൾ കരുതിയിരുന്നത് എന്താണ്, അതായത് ഒരു ന്യൂനപക്ഷമാണ്, അതായത് അത് തീരെ ന്യൂനപക്ഷമല്ല, ഒരു സൈസബിൾ ന്യൂനപക്ഷമാണ് ഇത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാം എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ CPIM-നകത്ത് തന്നെയും CPI-ക്കകത്ത് തന്നെയും ഇത് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന അഭിപ്രായമുള്ള ഒരുപാട് കുടുംബങ്ങളും ആളുകളും ഉണ്ടായിരുന്നു. നമുക്ക് അപ്പോഴേ അറിയാം അതൊരു ന്യൂനപക്ഷമാണ്. ഇപ്പോൾ കൃത്യമാണത്, അതായത് ഇത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള സംശയം വേണ്ടതില്ല, കൃത്യമാണ്. ഇതിനകത്ത് മുസ്ലിം വിഭാഗത്തിൽ 62.6%, ക്രിസ്ത്യൻ വിഭാഗത്തിൽ 67.4% എന്ന വലിയ നമ്പർ കാണുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. ഈ ഇതര മത വിശ്വാസത്തിൻ്റെതാണെങ്കിൽ തന്നെയും ആ വിശ്വാസത്തിൻ്റെ നിലവിലുള്ള നടപ്പാചാരങ്ങളോട് ബഹുമാനത്തോടെ നിൽക്കേണ്ടതുണ്ട്. അവയെ ഉപദ്രവിക്കരുത്, അവയെക്കുറിച്ച് എതിർചിന്ത പാടില്ല എന്ന ഒരർത്ഥത്തിൽ ഏതർത്ഥത്തിലും പോസിറ്റീവായിട്ടുള്ള ഒരു സെക്യുലർ സംഗതിയാണ് നമ്മുടെ നാട്ടിലെ ഇതര മതവിഭാഗങ്ങളെ എന്ന് വെച്ചാൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിലേക്ക് എത്തിച്ചത്. അതേസമയം നമുക്ക് കാണാം 64% പേര് ഹിന്ദുക്കളും ഇത് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ 14.3% മതമില്ലാത്ത ആളുകൾ അത് പറയുന്നതിന് കാരണം ഞാൻ വിചാരിക്കുന്നത് അവർക്ക് അവിടെ കയറിയില്ലെങ്കിലും കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ നാട്ടിൽ പ്രശ്നം വേണ്ടല്ലോ ഈ വിഷയം ഒരു ചർച്ചയാകുന്ന തരത്തിലേക്ക് വന്നത് സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം സർക്കാരിന് നൽകേണ്ടി വന്നു. അതുകൊണ്ടാണ് ആ ചോദ്യം ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് സർവേയിലും ഉൾപ്പെട്ടത് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അത് ഇതാണ്, ജമാഅത്തെ ഇസ്ലാമി കേന്ദ്രങ്ങൾ സ്ഥിരമായി പ്രക്ഷേപണം ചെയ്യുന്ന, സ്ഥിരമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണമാണ് CPIM-ന് മൃദു ഹിന്ദുത്വം ഉണ്ട് എന്നത്. ഈ ആരോപണം ശരിയോ എന്ന് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങളുടെ ചോദ്യത്തിന് ഭാഗമായിട്ടുണ്ടായിരുന്നു CPIM-ന് മൃദു ഹിന്ദുത്വ നിലപാടുണ്ടോ എന്ന ചോദ്യത്തോട് എങ്ങനെയാണ് പ്രതികരിച്ചത് നോക്കാം. ഉണ്ട് എന്ന് 42.10% പേര് പറഞ്ഞു, ഇല്ല എന്ന് 57.90% പേര് പറഞ്ഞു. പക്ഷേ ഇത് ഉണ്ട് എന്ന അഭിപ്രായം വലിയ നിസ്സാരമായിട്ടുള്ള സംഗതിയല്ല. ഉണ്ട് എന്ന് CPIM-ന് മൃദു ഹിന്ദുത്വം ഉണ്ട് 42% പേര്, 42.10% പേര് പറയുന്നു എന്ന വസ്തുത അവിടെയുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഈ മതപരമായിട്ട് ആളുകൾ അതിനകത്ത് രാഷ്ട്രീയം കൂടി ഉൾച്ചേർന്നിട്ടുണ്ടാവണം ആ ഉത്തരം പറഞ്ഞതിൽ എന്നുള്ളതാണ്. കാരണം സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കാല സർവേ ആണല്ലോ. ഇതിൽ വിവിധ മതവിഭാഗങ്ങൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് നോക്കാം. CPIM-ന് മൃദു ഹിന്ദുത്വമോ എന്ന ചോദ്യത്തോട് വിവിധ മതവിഭാഗങ്ങൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. മുസ്ലിങ്ങളിൽ 47.8% പേരാണ് അങ്ങനെ ഒരു മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് എന്ന് പറയുന്നത്. 52.2% പേരില്ല എന്ന് പറയുന്നു. ക്രിസ്ത്യാനികളിൽ 49.6% പേരും CPIM-ന് അങ്ങനെ ഒരു മൃദു ഹിന്ദുത്വ സമീപനം ഉണ്ട് എന്ന് പറയുമ്പോൾ 50.4% പേരില്ല എന്ന് പറയുന്നു. ഹിന്ദുക്കളിൽ 38.4% പേര് പറയുന്നത് CPIM-ന് അങ്ങനെ ഒരു സമീപനം ഇല്ല എന്നാണ്. 61.6% പേർ ഉണ്ട് എന്നാണ് 38.4% പേർ പറയുന്നത്. 61.6% പേർ അങ്ങനെ ഒരു CPIM-ന് ഒരു മൃദു ഹിന്ദുത്വ സമീപനം ഇല്ല എന്ന് പറയുന്നു. നിരീശ്വരവാദികളിൽ 25% പേർ പറയുന്നത് ഉണ്ട് എന്നാണ്, 75% പേർ ഇല്ല എന്നുമാണ് പറയുന്നത്. ഇതിനകത്ത് എനിക്ക് കൗതുകകരമായി തോന്നിയ ഒരു കാര്യം, ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗത്തിന് അങ്ങനെ ഒരു ചിന്തയില്ല, CPIM-ന് മൃദു ഹിന്ദുത്വ സമീപനം ഉണ്ട് എന്നുള്ള ചിന്തയില്ല. മാത്രമല്ല ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും പകുതിയിലേറെ പേർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല എന്നുള്ള തോന്നൽ. ഇത് ശരിക്കും CPIM-ന് വലിയ സന്തോഷം നൽകുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ തോതിൽ CPIM ഒരു മൃദു ഹിന്ദു പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ നോക്കൂ, അല്ല എന്ന അഭിപ്രായത്തിലാണ് മുൻതൂക്കം. എല്ലായിടത്തും ഏത് സെക്ഷൻ നോക്കിയാലും 52% മുസ്ലിങ്ങൾ, 50%-ലേറെ ക്രിസ്ത്യാനികൾ, 61%-ലേറെ ഹിന്ദുക്കൾ, 75%-ലേറെ നിരീശ്വരവാദികൾ, എല്ലാവരും ഈ മൃദു ഹിന്ദുത്വം ഉണ്ട് എന്ന ആരോപണത്തെ, പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന സമീപകാലത്ത് അവരാണല്ലോ ഏറ്റവും കൂടുതൽ ആ കാര്യത്തെ അവരങ്ങനെ കാണുന്നില്ല, കണക്കാക്കുന്നില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കൊന്നുകൂടെ മറ്റ് ചോദ്യങ്ങളിലേക്ക് പോകാം. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത് BJPക്ക് ഗുണകരമായോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി നമുക്ക് കാണാം. രാജീവ് ചന്ദ്രശേഖർ BJPക്ക് ഗുണം ചെയ്തോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ ഞങ്ങളോട് പ്രതികരിച്ച ആളുകളിൽ 34.10 ആളുകൾ രാജീവ് ചന്ദ്രശേഖർ BJPക്ക് ഗുണം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ, പക്ഷേ 65.90% പേര് ഇല്ല, അദ്ദേഹം വന്നത് BJPക്ക് ഗുണം ചെയ്തിട്ടില്ല എന്ന അഭിപ്രായം പറഞ്ഞു. ഇതൊരു നിർണായകമായ കാര്യമാണല്ലോ ഹർഷ. അതായത് 65 എന്ന് വെച്ചാൽ 66% പേര് എന്ന് പറയാവുന്ന നിലക്ക്
രാജീവ് ചന്ദ്രശേഖർ ഗുണമായിട്ടില്ല എന്നാണ് പറയുന്നത്. അതെ, അതിനകത്തൊരു കാര്യമുണ്ട് സനീഷ്. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ വളരെ കാര്യക്ഷമമായി എന്തെങ്കിലും തരത്തിലൊരു കോർപ്പറേറ്റ് സ്റ്റൈലിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ജനങ്ങൾ അതിന് മുമ്പ് ഇത് പൊതുജനമാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ BJP-ക്കാർ മാത്രമല്ലല്ലോ. അപ്പോൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ആരെയൊക്കെയാണ്? കെ സുരേന്ദ്രനെ പോലെയുള്ള BJP സംസ്ഥാന പ്രസിഡന്റുമാരെ, വി മുരളീധരനെ പോലെ, PS ശ്രീധരൻപിള്ളയെ പോലെ, കുമ്മനം രാജശേഖരനെ പോലെ ഇങ്ങനെ ജനങ്ങളോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നേതാക്കന്മാരെയാണ് കണ്ടുപോയത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു വ്യക്തി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ രീതി, അദ്ദേഹത്തിൻ്റെ ഭാഷാ രീതി, ഇതിനോടൊന്നും സാധാരണ ജനങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ടൊക്കെ കൂടിയായിരിക്കും, ഇത് പൊതുജനം പറഞ്ഞതാണ്. ഇത് സ്വാഭാവികമാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ നേതാക്കന്മാരായിരുന്നു, അതായത് നാട്ടിലെ നേതാക്കന്മാർ PS ശ്രീധരൻപിള്ളയും PK കൃഷ്ണദാസും K സുരേന്ദ്രൻ അടക്കം. പ്രത്യേകിച്ച് അവസാനം K സുരേന്ദ്രൻ്റെ കാലമൊക്കെ എത്തുമ്പോഴേക്ക് ശരിക്കും കേരളത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ എന്ന പോലെ തന്നെ ചർച്ച ചെയ്യുന്ന നേതാവായിട്ട്, നേതൃസ്ഥാനമായിട്ട് BJP സംസ്ഥാന അധ്യക്ഷ പദവി മാറിയെങ്കിൽ അദ്ദേഹം കമ്മ്യൂണിക്കേഷനിലെ പ്രശ്നമുണ്ട്. പിന്നെ വന്നതേ ഉള്ളൂ. പിന്നെ ഒരു പുറത്തുനിന്ന് വന്ന ഒരാളെന്ന നിലക്കുള്ള ചെറിയൊരു അവേർഷൻ നമ്മുടെ സംസ്ഥാനത്തെ ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും BJP ഗുണം ചെയ്തിട്ടില്ല എന്നായിരിക്കും BJP-ക്കാർ ഉൾപ്പെടെയുള്ള പൊതുജനം വിചാരിച്ചത്. അത് വിവിധ വിഭാഗങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്, അവരെങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നോക്കാം. രാജീവ് ചന്ദ്രശേഖർ വന്നത് BJP-ക്ക് ഗുണമായോ എന്ന ചോദ്യത്തോട് വിവിധ വിഭാഗങ്ങളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് 29.7% മുസ്ലിങ്ങളും അത് വന്നത് BJP-ക്ക് ഗുണമായി എന്ന് പറയുന്നു. 70.3% മുസ്ലിങ്ങളും അതുകൊണ്ട് ഗുണമുണ്ടായില്ല എന്ന് പറയുന്നു. ക്രിസ്ത്യാനികളിൽ 28% പേർ ഗുണമായെന്ന് പറയുന്നു. 72% പേർ ഗുണമായില്ല എന്ന് പറയുന്നു. ഹിന്ദുക്കളിൽ 37.1% പേർ അത് ഗുണമായി എന്ന് പറയുന്നു. 62.9% പേർക്ക് ഇത് ഗുണം ചെയ്തില്ല എന്ന് പറയുന്നു. 28.6% പേർ രാജീവ് ചന്ദ്രശേഖർ ഗുണം ചെയ്തു എന്ന് നിരീശ്വരവാദികൾ പറയുമ്പോൾ 71.4% നിരീശ്വരവാദികളും പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ വന്നത് BJP-ക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്തിട്ടില്ല എന്നാണ് സനീഷ്. അല്ല, ഇതിനകത്ത് ഈ മതപരമായിട്ട് നോക്കുന്നതിലും കാര്യമില്ല. ഇത് കേരളത്തിന്റെ ആകെ ഒരു പരിച്ഛേദമായിട്ടുള്ള അഭിപ്രായമാണ് എന്ന് കണ്ടങ്ങ് വിളാവുന്ന കാര്യമേ. പക്ഷേ നമ്മൾ എല്ലാ വിഷയത്തിലും ആ നിലയ്ക്ക് തന്നെ പരിശോധിച്ച് പോകുന്ന ഒരു സാഹചര്യം, അതുകൊണ്ടാണ് അത് പരിശോധിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇത് ജനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് കണ്ടാൽ മതി. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് NH വികസനം, അതായത് നമ്മുടെ ഹൈവേ വികസനം സാധ്യമായത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടോ എന്ന സ്ട്രേറ്റ് ആയിട്ടുള്ള ചോദ്യത്തോട് എങ്ങനെ ആളുകൾ പ്രതികരിച്ചു. NH വികസിച്ചത് സംസ്ഥാന ഇടപെടലോ എന്ന ചോദ്യത്തോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നോക്കാം. അതേ 56.10% പേര് പറഞ്ഞു, അല്ല എന്ന് 43.90% പേര് പറഞ്ഞു. ഇതിനെ ഞാൻ കാണുന്ന ഹർഷ, അതായത് നമ്മുടെ നാട്ടിൽ അതിശക്തമായിട്ടുള്ള LDF UDF തരംഗം എന്ന് വെച്ചാൽ പരസ്പരം ഫൈറ്റ് ചെയ്യുകയാണെന്ന പോരാട്ടമുണ്ട്. ഇതിനകത്ത് ഇതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കില്ല, അത് സംബന്ധിച്ചുള്ള നിലപാടുകളിലേക്കായിരിക്കും, ഒരു രാഷ്ട്രീയ താല്പര്യം കൂടെ വെച്ചിട്ടായിരിക്കണം ഇങ്ങനെ ഒരു സംഗതി വന്നത്. തീർച്ചയായും അതിനകത്ത് സംശയമില്ല. ഇപ്പം നമ്മളോടൊക്കെ വ്യക്തിപരമായി ചോദിച്ചാൽ എങ്ങനെയാണ് പറയുക, അതിനകത്ത് ഈ ശതമാനക്കണക്ക് കയറും. കാരണം എന്താ, സംസ്ഥാനത്തിൻ്റെ ഇടപെടൽ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. സ്ഥലമെടുപ്പിന് പണം കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് NH ദേശീയപാത അതോറിറ്റി പൂട്ടിപ്പോയതാണ് ഓഫീസ്. അതിനുശേഷം സംസ്ഥാനത്തിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് അങ്ങനെ അത് യാഥാർത്ഥ്യമായത്. പക്ഷേ ജനം അതിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കിയാൽ കൃത്യമായി രാഷ്ട്രീയമായി തന്നെ അതിനെ നോക്കിക്കാണുന്ന ഒരു വലിയ വിഭാഗമുണ്ട് എന്ന് തന്നെയാണ്. 56.10% പേർ മാത്രമാണ് അതെ എന്ന് പറയുന്നത്. അതിൽ വിവിധ വിഭാഗങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടാണോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. 45.6% മുസ്ലിം വിഭാഗം അങ്ങനെയാണ് എന്ന് വിചാരിക്കുമ്പോൾ 54.4% പേർ അങ്ങനെയല്ല എന്ന് കരുതുന്നു. ക്രിസ്ത്യാനികളിൽ പക്ഷേ 55.1% പേർ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ട് എന്ന് പറയുമ്പോൾ 44.9% പേർ അങ്ങനെ ഒരു ഇടപെടൽ ഇല്ല എന്ന് പറയുന്നു. ഹിന്ദുക്കളിൽ 60.1% പേരും അങ്ങനെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയുമ്പോൾ 39.9% പേരും അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടല്ല എന്ന് പറയുന്നു. നിരീശ്വരവാദികളിൽ 67.9% പേർ അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ 32.1% പേർ അങ്ങനെയല്ല എന്ന് പറയുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിനെ കുറിച്ച് ഈ വിവിധ വിഭാഗങ്ങളിൽ വിശ്വാസമുള്ളതും നമ്മൾ പരിശോധിച്ചാൽ വോട്ടിംഗ് പാറ്റേണിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഏതാണ്ട് പോയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. അതിലൊന്നും ഈ പറഞ്ഞ മതപരമായിട്ട് എന്തെങ്കിലും ഒരു മതം മറ്റൊരു അഭിപ്രായം പെടും അങ്ങനൊന്നുമില്ല. അതൊക്കെ ഒരു പൊതുജനത്തിൻ്റെ ആകെയുള്ള ഒരു പരിച്ഛേദമായിട്ട് കാണാനിരിക്കുന്നു. എനിക്ക് തോന്നുന്ന ഹർഷ, നമുക്കിപ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്ന് അനിലിനെ സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു. അല്ലെങ്കിൽ ഈ ചോദ്യം കൂടി ചോദിച്ചതിന് ശേഷം അങ്ങോട്ട് വരാം. അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വികസന പദ്ധതിയായ കേരയിൽ അട്ടിമറിച്ചത് പ്രതിപക്ഷമോ എന്നതായിരുന്നു ഒരു ചോദ്യം. അതോട് എങ്ങനെ പ്രതികരിച്ചു? കേരയിൽ അട്ടിമറിച്ചത് പ്രതിപക്ഷമോ എന്നൊരു ചോദ്യം, അതോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? അതേ എന്ന് 52.80% പേര് പറഞ്ഞു, അല്ല എന്ന് 47.20% പേര് പറഞ്ഞു. ഇതൊന്നും കൂടുതൽ പറയാനില്ല. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്തെ കൃത്യമായിട്ടുള്ള അത് നമുക്കൊന്ന് വേണമെങ്കിൽ ഇത് ഒന്ന് പരിശോധിച്ച് വരാം, നിർബന്ധമില്ല. എന്നാലും നമുക്ക് പെട്ടെന്ന് ഇത് കയ്യിലുള്ളത് കൊണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് പോകാം എന്ന് ഉള്ളൂ. കേരളയിൽ പ്രതിപക്ഷമാണോ അട്ടിമറിച്ചത് എന്ന ചോദ്യത്തിന് 44.3% മുസ്ലിം വിഭാഗവും അതേ എന്ന് പറയുമ്പോൾ 55.7% അല്ല എന്ന് പറയുന്നു. ക്രിസ്ത്യാനികളിൽ 44.7% അതെ എന്ന് കരുതുന്നു, 55.3% അല്ല എന്ന് കരുതുന്നു. ഹിന്ദുക്കളിൽ 57.8% അതേ എന്ന് കരുതുമ്പോൾ 42.2% അല്ല എന്ന് കരുതുന്നു.
നിരീശ്വരവാദികളിൽ 53.6% അതേയെന്നും 46.4% അല്ല എന്നും കരുതുന്നു. ഇത് നമുക്ക് മറ്റൊന്നും പറയാനില്ല. നേരത്തെ പറഞ്ഞ ആ പാറ്റേൺ അങ്ങനെ തുടരുകയാണ്. ഒന്ന് നമ്മുടെ സെഫോളജിസ്റ്റ് PG അനിൽ കൂടെ ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു ശ്രീ PG അനിൽ, ഇതിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ ഒരു റഫറൻഡം എന്ന നിലക്കല്ലല്ലോ നമ്മളുടെ ഈ ഒരു സർവേ, അതായത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ അഭിപ്രായങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും നാട്ടിൽ നിലനിൽക്കുന്ന ഈ രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവ് സ്വാധീനിക്കുന്നുണ്ടാകില്ലേ? അതുകൊണ്ടായിരിക്കില്ലേ ഇങ്ങനെയുള്ളൊരു ഡിജിറ്റ് കിട്ടുന്നുണ്ടാവുക? അതായത് LDF UDF എന്ന നിലക്ക് വേർതിരിഞ്ഞ് നിൽക്കുന്ന ജനവിഭാഗങ്ങളിൽ നിന്ന് വരുന്ന അഭിപ്രായ പ്രകടനം എന്ത് കാണണം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇത് നമ്മൾ ഈ ചോദ്യാവലി മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഡയറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ ജനങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് ഇപ്പം നിങ്ങളിപ്പോൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതിലെ ഉത്തരം അതെ അല്ലെങ്കിൽ അല്ല എന്ന ഉത്തരവാണ് ആളുകൾക്ക് നൽകാൻ കഴിയുന്നത്. ഓരോ ചോദ്യത്തോടുള്ള പ്രതികരണത്തിൽ LDF UDF എന്നതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന മറ്റൊരു വേർഷൻ കൂടിയുണ്ട് ഇതിനകത്ത്. ഒന്ന്, സംസ്ഥാന സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകളുടെ ഒരു പ്രതികരണവും സർക്കാരിനെ എതിർക്കുന്ന ആളുകളുടെ പ്രതികരണവും എന്ന രീതിയിലേക്ക് ഇതിന് കുറേ കാര്യങ്ങളിലെ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ പ്രതികരണത്തിൻ്റെ ഈ അല്ല എന്ന് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രതികരണത്തെ രണ്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറേയധികം ആളുകൾ ഈ പറഞ്ഞതുപോലെ ഭരണത്തെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ ഭരണപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ആളുകളായിട്ട് കാണാം. LDFൻ്റെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവരാവാം. പക്ഷേ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് ഉള്ള ഒരു സെഗ്മെൻറ്റാണ് ഈ അല്ല എന്ന ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് ഓരോന്നും പരിശോധിക്കുമ്പോഴും കൗതുകരമായിട്ടുള്ള കാര്യം, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതിന് ഈക്വൽ അതേപോലത്തെ ഒരു പ്രതികരണം തന്നെയാണ്, ഇതിൽ പാറ്റേണാണ് വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് ശബരിമല വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്തപ്പം അത് അഫക്റ്റീവ് എന്ന് പറഞ്ഞത് 61% പേരാണെങ്കിൽ, ഇന്ന് നമ്മൾ സംസാരിച്ചിരിക്കുന്ന വിഷയത്തിൽ ശബരിമലയിൽ യുവതി പ്രവേശനം വേണമോ എന്ന ചോദ്യത്തിനോട് അത് വേണ്ട എന്ന് പറഞ്ഞവരുടെ എണ്ണവും 64ആണ്. അപ്പോൾ ഏതാണ്ട് ഇത് കണക്റ്റഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഈ പറയുന്നതുപോലെ രണ്ട് പക്ഷങ്ങളായി തന്നെ തിരിഞ്ഞുകൊണ്ടുള്ള ഉത്തരങ്ങളായിട്ട് തന്നെ കാണേണ്ടി വരും. അതാണ് രണ്ട് പക്ഷങ്ങളായിട്ട് ചേരിതിരിഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളായിട്ട് കാണണം ഹർഷ. പക്ഷെ അതിനകത്ത് അനിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോൾ LDF UDF എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരും സർക്കാരിന് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളും എന്നതിലെ കൂടെ എന്ന് കാണണം. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവൃത്തി, ഇപ്പോൾ കേരളയിൽ മുൻകൈ എടുത്ത സംസ്ഥാന സർക്കാരാണല്ലോ, അപ്പോൾ അതിനോടുള്ള എതിർപ്പുള്ള വിഭാഗം എന്ന നിലക്ക് കാണണം അതിനെ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു കാര്യം ചോദിച്ച് നോക്കാം. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഉപരോധിച്ചു എന്ന CPIM ആരോപണം ശരിയോ എന്നൊരു ചോദ്യത്തിന് എന്ത് നിലപാട് വന്നു ജനങ്ങളിൽ നമുക്ക് നോക്കാം. 64.60% പേര് അതെ, കേന്ദ്രം കേരളത്തെ ഞെരുക്കി എന്ന അഭിപ്രായം രേഖപ്പെടുത്തി. 35.40% പേർക്ക് മാത്രമാണ് മറിച്ചൊരു അഭിപ്രായമുള്ളത്. ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ നല്ല വ്യത്യാസമുണ്ട്. ഇത് സംസ്ഥാനത്തിൻ്റെ ഒരു പൊതു മനസ്സാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതായത് കേന്ദ്രം സാമ്പത്തികമായിട്ട് കേരളത്തെ ഞെരുക്കിയെന്ന് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകൾക്ക് അഭിപ്രായമുണ്ട് അല്ല? അതാണ് നേരത്തെ അനിലും പറഞ്ഞതുപോലെ അങ്ങനെ ചേരി തിരിഞ്ഞുള്ള ഒരു അഭിപ്രായ പ്രകടനമല്ല ഇത്. കാരണം വലിയ വ്യത്യാസം ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. കേന്ദ്രം കേരളത്തെ ഞെരുക്കിയോ സാമ്പത്തികമായി ഉപരോധിച്ചോ എന്ന ചോദ്യത്തോട് വിവിധ മതവിഭാഗങ്ങൾ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നോക്കിയാൽ 58.4% മുസ്ലിങ്ങളും അതെ എന്ന് പറഞ്ഞു. 41.6% മുസ്ലിങ്ങൾ അല്ല എന്ന് പറയുന്നു. ക്രിസ്ത്യാനികളിൽ 70.9% പേർ കേന്ദ്രം സംസ്ഥാനത്തെ ഞെരുക്കി എന്നാണ് പറയുന്നത്. 29.1% പേർ ഞെരുക്കിയില്ല എന്ന് പറയുന്നു. ഹിന്ദുക്കളിൽ 65.6% പേർ സംസ്ഥാനത്തെ ഞെരുക്കി കേന്ദ്രം എന്ന് പറയുമ്പോൾ 34.4% പേർ ഇല്ല എന്ന് പറയുന്നു. നിരീശ്വരവാദികളിൽ 60.7% പേർ സംസ്ഥാനത്തെ അങ്ങനെ സാമ്പത്തികമായി ഞെരുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 39.3% പേർ അല്ല എന്ന് പറയുന്നു. ഇതിലെനിക്ക് കൗതുകകരമായി തോന്നിയത് ഇതിലേറ്റവും കൂടുതൽ ആ ഒരു വലിയ കണക്കിലേക്ക് എത്തിച്ചത് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ കൂടി ഒരു കണക്കുകൂട്ടലാണ്. 70% മേൽ ക്രിസ്ത്യാനികളും വിചാരിക്കുന്നത് കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കി എന്നതാണ്. അല്ല, ഇതിനകത്ത് കർഷ അതായത് ഇതിനെപ്പറ്റി സന്തോഷകരമായിട്ടൊരു കാര്യം എനിക്ക് തോന്നുന്നത്, നമ്മുടെ നാട്ടിലെ ആളുകൾ മതപരമായിട്ട് വിഭജിക്കപ്പെട്ടിട്ടല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്, രാഷ്ട്രീയമായിട്ടാണ്. അതായത് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ കയ്യിൽ കണക്കുണ്ട് എന്നതുകൊണ്ട് നമ്മളിത് കൊടുക്കുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ അതേ അല്ല എന്ന് പറയുന്ന കേരളത്തിൻ്റെ ജനത പൊതുവിൽ രേഖപ്പെടുന്ന അഭിപ്രായമുണ്ടല്ലോ, ആ അഭിപ്രായം തന്നെ എല്ലാ വിഭാഗങ്ങളുടെ അഭിപ്രായമാണ്. അതായത് മതപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളെ നോക്കിക്കാണുക, തങ്ങൾക്കൊരു നിലപാട് എന്ന നിലയിലേക്കുള്ള കേരളത്തിലെ ആളുകൾ, കേരളത്തിൽ പൊതുസമൂഹം ആവപ്പാട് എന്നിട്ട് അത് നോക്കൂ. അതായത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ക്രിസ്ത്യൻ 70.9, 65.6, 60.7, 58.4 എല്ലാം
എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ചിന്തിക്കുന്നത് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിയെന്ന് തന്നെയാണ് കൂടുതൽ പേര്. അപ്പുറത്ത് നമ്പർ കുറഞ്ഞിരിക്കുന്ന അല്ല എന്നിടത്താണ്. അതുകൊണ്ട് ഏത് മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിലും ഏത് സമൂഹ സെക്ഷനിൽപ്പെട്ട മനുഷ്യർക്കാണെങ്കിലും അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായങ്ങൾ അതാതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇന്ന് മനസ്സിലാക്കി തരുന്ന നമ്മുടെ ഒരു സെക്യുലർ സംസ്ഥാനമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം ഭയപ്പെടേണ്ടതില്ല എന്ന് കാണിക്കുന്ന ഒരു കണക്കായിട്ടാണ് ഞാനതിനെ കാണുന്നത്.